be back to the next. Direct distribution method ആണ് നമ്മൾ ആദ്യം തന്നെ കണ്ടത്. And this is the second method, step method. Step method ആണ്. Step by step ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചും കൂടി എളുപ്പമുള്ള മെത്തേഡാണ്. ഇവിടെ എന്താ ചെയ്യുന്ന അറിയോ, ഒറ്റയടിക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. അപ്പം നമുക്ക് ഒരു അസംഷനാണ്, നമുക്ക് ABC എന്ന് പറഞ്ഞിട്ട് 3 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, DE എന്ന് പറഞ്ഞിട്ട് 2 സർവീസ് ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇയുടെ എക്സ്പെൻസ് ഈ 4 എണ്ണത്തിനും ഡിവൈഡ് ചെയ്യും. പിന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിയുടെ എക്സ്പെൻസ് ഈ 3 എണ്ണത്തിനും ഡിവൈഡ് ചെയ്യും. അങ്ങനെ അപ്പോൾ ആദ്യം തന്നെ ഒറ്റയടിക്ക് ഇങ്ങോട്ട് മാത്രം കൊടുക്കുന്നില്ല. പകരം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് എപ്പോഴാണ് അറിയോ യൂസ്ഫുൾ ആവുന്നത്, ഈ ഒരു ടൈപ്പ് എപ്പോഴാണ് ഉപയോഗമാകുന്നത് വെച്ചാൽ ഐ വിൽ ടെൽ യു. This method is useful when you have, ഇപ്പം ഇവിടെ നമുക്കറിയാം ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കിയറിയാം, ടൈം കീപ്പിംഗ് ഉണ്ട്, സ്റ്റോഴ്സ് ഉണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്. ചിലപ്പോൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ടൈം കീപ്പിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പം അങ്ങനെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലൊരു ഇൻ്റർ റിലേഷൻ വരുന്നുണ്ടാവും. ഇപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മാത്രമാണ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. സ്റ്റോറിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ ഉണ്ടെങ്കിലും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലണം. ക്ലിയർ? അപ്പോൾ അങ്ങനെ റിലേറ്റഡ് ആവും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യണത് എന്താ വെച്ചാൽ, സം റേഷ്യോ വിൽ ബി ഗിവൺ ടു യു ഇൻ ദ ക്വസ്റ്റ്യൻ. ഒറ്റയടിക്ക് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ള് നമ്മൾ ഒറ്റയടിക്ക് പ്രൊഡക്ഷന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട് ഒരു റേഷ്യോൻ്റെ ബേസിസിൽ 4നും കൊടുക്കും. അതായത് അത് ഒഴിച്ച് ഇപ്പോൾ S3 ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത് വെച്ചാൽ, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് 3 ആണ് ആദ്യം എടുക്കുന്നത് വെച്ചാൽ, ആ 3യുടെ എക്സ്പെൻസ് 3000 ഉണ്ടല്ലോ, 3000 ഈ 4 ഡിപ്പാർട്ട്മെൻറ്റിനും കൊടുക്കും. അത് എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ അതുപോലെ. പിന്നെ അപ്പോൾ പിന്നെ സ്റ്റോഴ്സിനും ടൈം കീപ്പിങ്ങിനൊക്കെ എക്സ്പെൻസ് കൂടും. സ്റ്റോഴ്സിൻ്റെ എക്സ്പെൻസ് എടുത്തിട്ട് ഇതിന് 3 എണ്ണത്തിനും കൊടുക്കും. പിന്നെ ടൈം കീപ്പിങ്ങിൻ്റെ എക്സ്പെൻസ് എടുത്തിട്ട് അത് വീണ്ടും റീഅലക്കേറ്റ് ചെയ്യും. അവസാനം എന്താ വെച്ചാൽ എല്ലാം പ്രൊഡക്ഷൻ തന്നെയാണ് കിട്ടുക, പക്ഷേ അതിൻ്റെ കാൽക്കുലേഷൻ മെത്തേഡിന് വ്യത്യാസം ഉണ്ടാവും. റേഷ്യോ ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് വിൽ ബി ഡിഫറെൻറ്റ്. ക്ലിയർ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഭയങ്കര ക്ലിയർ ആവും. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ വെരി ഈസിയസ്റ്റ് മെത്തേഡ്. ലെറ്റ് us discuss the next problem here. A manufacturing company has 2 production department P1 and P2 and 3 service department. Service departmentന് പേരുണ്ട് ടൈം കീപ്പിംഗ്, സ്റ്റോഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇസ് റെൻഡറിങ് സർവീസസ് ടു പ്രൊഡക്ഷൻ. ശ്രദ്ധിച്ചോളൂ കേട്ടോ, ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ആർക്കൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്? ടൈം കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നുണ്ട്, ബാക്കിയുള്ള 2 സർവീസ് ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടൈം കീപ്പിങ്ങിന്റെ എക്സ്പെൻസ് ആർക്കൊക്കെ കൊടുക്കണം? 4 ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കണം. ക്ലിയർ? ഇനി സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഇസ് റെൻഡറിങ് സർവീസസ് ടു, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ എന്താ? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നുണ്ട്. അതായത് അത് ടൈം കീപ്പിങ്ങിന് കൊടുക്കില്ല, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മെയിൻ്റനൻസിനും കൊടുക്കുന്നുണ്ട്, പിന്നെ എലോങ് വിത്ത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പോൾ P1നും ഉണ്ട്, P2നും ഉണ്ട്, മെയിൻ്റനൻസിനും ഉണ്ട്. ക്ലിയർ? ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ എന്താ? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഇസ് റെൻഡറിങ് സർവീസ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ഓൺലി. അപ്പോൾ ആദ്യത്തെ ഡിപ്പാർട്ട്മെന്റ് ടൈം കീപ്പിംഗ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട്? സ്റ്റോഴ്സിന് കൊടുക്കുന്നുണ്ട്, മെയിൻ്റനൻസിന് കൊടുക്കുന്നുണ്ട്, 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കുന്നുണ്ട് അല്ലേ? അടുത്ത ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് ആണ്. സ്റ്റോഴ്സ് എങ്ങനെയാണ് ചെയ്യണത്? മെയിൻ്റനൻസിനും കൊടുക്കുന്നുണ്ട്, 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിനും കൊടുക്കുന്നുണ്ട്. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്താ ചെയ്യണത്? 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ ഉള്ളൂ. സോ സീ ഹിയർ എ സ്റ്റെപ്പ് ഇസ് ക്രിയേറ്റഡ്. ഒരു സ്റ്റെപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പാർട്ടൊക്കെ നമുക്ക് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ ഒരു പാർട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അവിടെ സ്റ്റെപ്പ് മെത്തേഡാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ക്ലിയർ ആക്കണം കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയും. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ പ്രോബ്ലം വരുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നിനായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം വീണ്ടും ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ പാർട്ട് നോർമലായിട്ട് തന്നെ ചെയ്യണം. അതായത് നമ്പർ ഓഫ് ഫ്ലോർ ഏരിയാസ്, കിലോ വാട്ട്, പവർ എന്നൊക്കെ തന്നിട്ട് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷനില്ലേ, ആ ഡിസ്ട്രിബ്യൂഷൻ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നുണ്ടാവും.
അങ്ങനെ തന്നിട്ടുള്ളതാണ് ഇവിടെ. P1ൻ്റെ ഫൈനൽ എക്സ്പെൻസ് 16,000, P2ൻ്റെ 10,000, S1, S2, S3. നമ്മൾ ആ സെക്കൻഡ് പാർട്ട് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഗിവൺ, ഓൺലി യു ആർ ആസ്ഡ് ടു പ്രിപ്പയർ ദ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, ഓവർ ഹെഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. പക്ഷെ ചിലപ്പോൾ അത് മറ്റതും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതും നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ അടുത്ത പാർട്ടിലേക്ക് പോവാം. See here, this is the part of the question. Question ഇങ്ങനെ ഒരു പാർട്ടും കൂടി ഉണ്ട്. The other information relating to departments where ഡിപ്പാർട്ട്മെന്റിന്റെ അതർ ഇൻഫർമേഷൻ ആണ്. നമ്പർ ഓഫ് എംപ്ലോയ്സ് ഉണ്ട് ക്വസ്റ്റ്യനിൽ, പക്ഷെ ടൈം കീപ്പിങ്ങിലില്ല. സ്റ്റോഴ്സും മെയിൻ്റനൻസും P1ഉം P2ലും ഉണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ടൈം കീപ്പിങ്ങിൻ്റെ എക്സ്പെൻസസ് ഡിവൈഡ് ചെയ്യാനുള്ള റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. 2:1:4:3. ഈ റേഷ്യോയിലാണ് ബാക്കി 4 ഡിവൈഡ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ എക്സ്പെൻസ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റോഴ്സ് റിക്വസിഷനാണ്. അത് ടൈം കീപ്പിങ്ങിനും ഇല്ല സ്റ്റോഴ്സിനും ഇല്ല. അതായത് സ്റ്റോറിന് വരുന്ന അപ്പോൾ ടൈം കീപ്പിംഗ് ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ S2 എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പെൻസ് ഈ റേഷ്യോയിലാണ്. 6:24:20. ഒന്നും കൂടിയും കുറയ്ക്കാം, 3:12:10. ആ റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. മൂന്നാമത്തെ മെഷീൻ അവേഴ്സ് ആണ്. മെഷീൻ അവേഴ്സ് 3 സർവീസ് ഡിപ്പാർട്ട്മെന്റിനും ഇല്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ ക്വസ്റ്റ്യൻ? എന്തെങ്കിലും സംശയം ഉണ്ടോ? അപ്പോൾ ആദ്യത്തെ പാർട്ട് ഒരിക്കലും മെത്തേഡ് പറയില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ഡിപ്പാർട്ട്മെന്റ് ഒന്നുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് ഒരു ഫീലിംഗ് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണേ? ആ ഒരു ക്വസ്റ്റ്യൻ്റെ പാർട്ട് വായിച്ചു നോക്കൂ. ടൈം കീപ്പിംഗ് എന്ന് പറയണത് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നുണ്ട്, 2 സർവീസ് ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നുണ്ട്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിനും 1 സർവീസ് ഡിപ്പാർട്ട്മെന്റിനും കൊടുക്കുന്നുണ്ട്. സോ ദർ ഇസ് എൻ ഇന്റർ കണക്ഷൻ. ഒരു സ്റ്റെപ്പായിട്ടാണ് ഫോളോ ചെയ്യണത്. അങ്ങനെ ഒരു സ്റ്റെപ്പിന്റെ കൺസെപ്റ്റ് പ്രോബ്ലത്തിൽ തന്നു കഴിഞ്ഞാൽ ഓൾവേസ് സ്റ്റിക്ക് ഓൺ ടു ദ സ്റ്റെപ്പ് മെത്തേഡ്. ക്ലിയർ? അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ എക്സ്പെൻസും തന്നിട്ടുണ്ട്, എല്ലാതും ഡിവൈഡ് ചെയ്യേണ്ട റേഷ്യോസും തന്നിട്ടുണ്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ. യു ആർ ആസ്ഡ് ടു ഡു ദ പ്രോബ്ലം അണ്ടർ എനി മെത്തേഡ്, ഏത് മെത്തേഡ് വേണമെങ്കിലോ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് മെത്തേഡ് ഈസിയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെന്റ്സ് എഴുതണം ഒരു കോളത്തിൽ. ഡിപ്പാർട്ട്മെന്റ്സ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആദ്യം സർവീസാണ് എഴുതേണ്ടത്. ഇത് സ്റ്റെപ്പ് മെത്തേഡ് ആയതുകൊണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എഴുതി S1, അതും സർവീസ് ഡിപ്പാർട്ട്മെന്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഏറ്റവും ആദ്യം ആരുടെയാണോ അലോക്കേറ്റ് ചെയ്യേണ്ടത് അവരുടെ പേരാണ് ആദ്യം എഴുതേണ്ടത്. ഇവിടെ S1 ആണ് ടൈം കീപ്പിംഗ്. ടൈം കീപ്പിംഗ്, സ്റ്റോഴ്സ്, മെയിൻ്റനൻസ്, P1, P2. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് തന്നെയാണ് ആദ്യം എഴുതുന്നത്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമ്മളുടെ എക്സ്പെൻസ് ആണ്. ആസ് പെർ ദ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ 4000 ആണ് ടൈം കീപ്പിങ്ങിൻ്റെ എക്സ്പെൻസ്. സ്റ്റോഴ്സിൻ്റെ എക്സ്പെൻസ് 5000 ആണ്. മെയിൻ്റനൻസ് 3000 ആണ്. P1 16,000 ആണ്. P2 10,000 ആണ്. ദിസ് ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ ആ കോളം കംപ്ലീറ്റ് ചെയ്യുക, അതിനെ ടോട്ടൽ ചെയ്യുക. 38,000 ആണ്. ഇവിടെ അത് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ? എന്നിട്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് താഴ്ത്തിക്ക് വരയ്ക്കുക, അടുത്ത കോളം വരയ്ക്കുക. ക്ലിയർ ആണോ? എന്നിട്ട് നമ്മൾ എഴുതുക, ഈ 4000 ഉണ്ടല്ലോ ടൈം കീപ്പിങ്ങിൻ്റെ 4000, ആ 4000 നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഇവിടെ ആ 4000 ഇല്ലാതെ ആവണമെങ്കിൽ നമ്മൾ ആ 4000നെ -4000 എന്ന് പറഞ്ഞിട്ട് എഴുതണം. അപ്പോൾ ആ 4000 ഈ 4 ഡിപ്പാർട്ട്മെന്റിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് റേഷ്യോയിലാണ് അലോക്കേറ്റ് ചെയ്യണത്? 2:1:4:3. ടൈം കീപ്പിങ്ങിൻ്റെ എക്സ്പെൻസ് ബാക്കി 4 ഡിപ്പാർട്ട്മെന്റിനും. സ്റ്റോഴ്സിന് അലോക്കേറ്റ് ചെയ്യുമ്പോൾ 4000 ഇൻറ്റു 2/10, അപ്പോൾ 800 ആവും. അങ്ങനെ ഓരോന്നിനും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഈ റേഷ്യോയിൽ. ഏത് റേഷ്യോയിലാണ്? 2:1:4:3.
എന്ന് പറഞ്ഞ റേഷ്യോ. അപ്പോൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ക്ലിയർ അല്ലേ? അപ്പോൾ അത് അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ എത്രയാവും പിന്നത്തെ സ്റ്റെപ്പ്? പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ എപ്പോഴും ഇനി ആ 4000-ൻ്റെ ആവശ്യമില്ല. 4000-ൻ്റെ അതേ ഇതിൽ വെച്ചിട്ട് എടുക്കുക. 4000 കഴിഞ്ഞു. ദിസ് ഇസ് ഓവർ, റൈറ്റ്? അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കൂ. നമ്മൾ ഏതിനെയാ? S2-നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. S2-നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, S2-ന് ഇപ്പോൾ 5000 മാത്രമല്ല ഉള്ളൂ. എത്ര ഉണ്ട്? 5800 ഉണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ 5800-നെ കളയണം അല്ലേ? അപ്പം -5800 ആഡ് ചെയ്തിട്ട് ഇടാൻ മറക്കരുത്. ആ 5800 ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണു? 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും 1 സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും. ഏത് റേഷ്യോയിൽ? 6:24:20. or you can say that 3:12:10. ആ റേഷ്യോയിൽ 5800-നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ അല്ലേ? ഈ റേഷ്യോയിൽ 3:12:10 ഇതിനെ ചെറുതാക്കിയതാണ് ഞാൻ. അപ്പോൾ ആ പാർട്ട് കഴിഞ്ഞു. ഇപ്പോൾ എത്ര ഡിപ്പാർട്ട്മെൻറ്റ് ഇതുണ്ട്? 2 എണ്ണം കഴിഞ്ഞില്ലേ? അപ്പോൾ ഇതും കഴിഞ്ഞു, ഇതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് വരയ്ക്കുകയാണ് നമ്മൾ. മൂന്നാമത്തെ സ്റ്റെപ്പ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, മൂന്നാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മൂന്നാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഈ 2 എണ്ണത്തിനോ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 24:16 or you can say that 3:2 റേഷ്യോയിൽ ചെറുതാക്കി കൊണ്ടുവന്നാൽ. അപ്പോൾ ആ എക്സ്പെൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യത്തെ എമൗണ്ട് എത്രയാ? 3000 plus 400 plus 696. അത് 3 കൂടി ആഡ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് എമൗണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ 3 എമൗണ്ടും കൂടി ആഡ് ചെയ്യണം. 3000 plus 400 plus 696 will give you this amount. അപ്പോൾ ആ എമൗണ്ടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വരയ്ക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് 4096 എന്ന് പറഞ്ഞ എമൗണ്ട് ആർക്ക് രണ്ടാൾക്കും ഡിവൈഡ് ചെയ്യണം? P1-നും P2-നും ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം? 24:16 or you can say that 3:2 റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ക്ലിയർ? ഇതോടുകൂടി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് യു ആർ ഗോയിങ് ടു ടോട്ടൽ. ഏതാ ടോട്ടൽ ചെയ്യേണ്ടത്? P1-ൻ്റെ ടോട്ടൽ ഇങ്ങനെ എടുക്കുക. അതായത് 13,000 plus 1,600 plus 2,784 plus 2,458 it comes to 22,842. അതേപോലെ P1-ൻ്റെയും P2-ൻ്റെ എക്സ്പെൻസ് എടുക്കാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്താൽ നമുക്ക് കിട്ടണ 38,000 ഇവിടെയുള്ള 38,000-നോട് ഈക്വൽ ആവണം. That means the whole of these 3 expenses finally ഈ 4000, 5000, 3000 ഇല്ലേ, എന്തൊക്കെയോ ബേസിസിൽ സ്റ്റെപ്പൊക്കെ ആയിട്ട് അവസാനം ആർക്ക് തന്നെ വന്നു? P1-നും P2-നും വന്നു. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല, ഒന്നിനായിട്ട് ലിങ്ക്ഡ് ആണ് ഇവിടെ. അപ്പോൾ എനി കേസ് ഇഫ് യു ഫീൽ ദാറ്റ് ഒരു സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കി എല്ലാവരായിട്ട് ലിങ്കാണ്, രണ്ടാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കി ഇവരായിട്ടൊക്കെ ലിങ്കാണ്, മൂന്നാമത്തെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കി 2 ആൾക്കാരായിട്ട് ലിങ്കാണ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ വെച്ചാൽ ദ മെത്തേഡ് ദാറ്റ് യു മസ്റ്റ് ഫോളോ ഇസ് സ്റ്റെപ്പ് മെത്തേഡ്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഡു ദ പ്രോബ്ലം അലോൺ, ഒറ്റയ്ക്ക് ചെയ്യുക പ്രോബ്ലം. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ വരിക വെച്ചാൽ യു ഷുഡ് ടെൽ മീ. ഡെഫിനറ്റ്ലി യു ഷുഡ് ടെൽ മീ. എക്സാം ഇല്ല എന്ന് വിചാരിച്ചിട്ടിരിക്കരുത്. ഇതുവരെ ഉള്ളതൊന്നും കുറേ പേര് വ്യൂ ചെയ്യാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ലേറ്റായി പോണത്. ആൻഡ് ദിസ് ഇസ് ദ സെക്കൻഡ് മെത്തേഡ് ഓഫ് റീഡിസ്ട്രിബ്യൂഷൻ, സ്റ്റെപ്പ് മെത്തേഡ്. റൈറ്റ്? ഓക്കെ, താങ്ക് യു.